Hello, welcome to the video lectures of Statistical Quality Control. നമ്മൾ നേരത്തെ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് നമ്മുടെ ക്ലാസ് പെട്ടെന്ന് തുടങ്ങുന്നതായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചില പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ എം വെരി സോറി ഫോർ ദാറ്റ്. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ ആദ്യത്തെ സെഷനിലാണ്. ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് സെഷൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ വീഡിയോ ലെക്ചേഴ്സ് തരാം. ഇടയ്ക്കൊക്കെ നമുക്ക് ഗൂഗിൾ മീറ്റിൽ നേരിട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെ നടത്തുകയും ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇതിൽ ആസ് എൻ ഇൻട്രൊഡക്ഷൻ we should see what is the definition of quality. Quality എന്ന് പറയുന്നത് it has become one of the most important consumer decision factors in the selection among competing products and services. എല്ലാ ഇൻഡസ്ട്രിയുമായിട്ടും റീറ്റെയിൽ സ്റ്റോറുമായിട്ടും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, മറ്റേതൊരു ഓർഗനൈസേഷൻ ആവട്ടെ, ഈ ഓർഗനൈസേഷൻ്റെ സുഗമമായ നടത്തിപ്പിന് ക്വാളിറ്റി അഷ്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്താണ് ക്വാളിറ്റി? ഇതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ക്വാളിറ്റി എന്ന് പറയുന്നതിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ക്വാളിറ്റി മെച്ചപ്പെട്ടെങ്കിൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ക്വാളിറ്റി അഷ്യൂർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഏതൊരു ബിസിനസ് ഇൻഡസ്ട്രിയിലും അതിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ് ക്വാളിറ്റി അഷ്യൂറൻസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി അത് പ്രോഡക്റ്റ് ആവട്ടെ, സർവീസ് ആവട്ടെ, ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് ആവട്ടെ, അതിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാളിറ്റിക്ക് വ്യത്യസ്തമായ ഡെഫിനിഷൻസ് ഉണ്ട്. ട്രഡീഷണലായി അതുപോലെ മോഡേൺ ആയിട്ട് ഈ രണ്ട് രീതിയിലും ക്വാളിറ്റിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ക്വാളിറ്റിയുടെ ഒരു ട്രഡീഷണൽ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി ഡയമെൻഷൻസിൽ ഊന്നിയാണ്. ക്വാളിറ്റിക്ക് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ഗാർവിൻ 1987 ക്വാളിറ്റിയെ 8 കമ്പോണൻസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സർവീസിന് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്തെല്ലാമാണ് ആവശ്യം, അതാണ് ഈ ഡയമെൻഷൻസ് പറയുന്നത്. അതിലൊന്ന് പെർഫോമൻസ് ആണ്. ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ പെർഫോമൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫോമൻസ്, വാട്ട് ഈസ് മീൻ ബൈ പെർഫോമൻസ്? ഇതിൽ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ഞാൻ ആദ്യം ആ ഡയമെൻഷനെ ജസ്റ്റ് ഒന്ന് പറയാം. 8 ഡയമെൻഷൻസ്. ഒന്ന് പെർഫോമൻസ് ഓഫ് ദ പ്രോഡക്റ്റ്, രണ്ടാമത്തത് റിലയബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, മൂന്നാമത്തത് ഡ്യൂറബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, സർവീസബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, aesthetics of the product, features of the product, perceived quality of the product, and finally conformance to standards. ഇത് ഞാൻ ഓരോന്നും വിശദീകരിക്കാം.
ഈ ഡെഫിനിഷനിൽ 8 കമ്പോണൻസ് ആണ്. പെർഫോമൻസ് എന്ന് പറയുന്നത് വിൽ ദ പ്രോഡക്റ്റ് ഡു ദ ഇൻറ്റൻഡഡ് ജോബ്. നമ്മൾ എന്ത് ടാസ്കിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് ജോബിന് വേണ്ടിയിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, വിൽ ദ പ്രോഡക്റ്റ് ഡു ദാറ്റ് ജോബ്. നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാറ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ആ കാറിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? അത് വളരെ ബേസിക്കായിട്ടാണ്. ആ ബേസിക് പെർഫോമൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാം. ഞാനിതിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ, നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ടാക്കാം. നമ്മളൊരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഉണ്ടാക്കുകയാണ്. ഒരു പ്രത്യേക ജോബിന് വേണ്ടിയിട്ട് ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ആ ജോബിന്, അതായത് നമ്മൾ എന്ത് ആവശ്യത്തിനാണോ ആ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ജോലി അത് പെർഫോം ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമുക്ക് 2 സ്പ്രെഡ്ഷീറ്റിന് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ 2 സ്പ്രെഡ്ഷീറ്റിനെയും നമുക്ക് കമ്പയർ ചെയ്യാം. എങ്ങനെ കമ്പയർ ചെയ്യാം? ഏതാണ് നന്നായി പെർഫോം ചെയ്യുന്നത്? വിച്ച് വൺ ഔട്ട് പെർഫോംസ് ദി അതർ. അപ്പോൾ ഔട്ട് പെർഫോം ചെയ്യുന്നത് ഏതാണോ അതാണ് ക്വാളിറ്റി ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് R എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്, നമുക്ക് SPSS ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് രണ്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിലേതാണ് മെച്ചം എന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ വർക്കിന് ഏതാണ് മെച്ചം, നമ്മുടെ ഉദ്ദേശിക്കുന്ന വർക്ക് എന്താണ്, ആ വർക്ക് ആ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പാക്കേജുകൾ കൊണ്ട് നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഏതാണ് പവർഫുള്ളായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് അതിനെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാം. പെർഫോമൻസിനെ കമ്പയർ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയെ കമ്പയർ ചെയ്യാം എന്നർത്ഥം. രണ്ടാമത്തത് അതിൻ്റെ റിലയബിലിറ്റിയാണ്. ഹൗ ഓഫൺ ഡസ് ദ പ്രോഡക്റ്റ് ഫെയിൽ? റിലയബിൾ ആണോ ഒരു പ്രോഡക്റ്റ്? റിലയബിൾ ആണോ? You can see complex products such as many appliances, automobiles or aeroplanes will usually require some repair over their service life. അപ്പോൾ നമുക്ക് to which extent we can relay that product, how much to which extent it is reliable. ഇപ്പോൾ റിലയബിലിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റിയുടെ ഒരു ഡയമെൻഷനാണ്. ഇപ്പോൾ പെർഫോമൻസ് മാത്രമല്ല, അത് റിലയബിൾ ആയിരിക്കുകയും വേണം. പിന്നീട് വരുന്നത് അതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. ഞാൻ എക്സാമ്പിൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. ഡ്യൂറബിലിറ്റി, ഹൗ ലോങ് ഡസ് ദ പ്രോഡക്റ്റ് ലാസ്റ്റ്? എത്ര കാലം ഇത് വർക്ക് ചെയ്യുന്നു? നമ്മളൊരു ഇലക്ട്രിക് ബൾബ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ 1 കൊല്ലം വാറൻറ്റി ഉള്ളതിനേക്കാൾ പ്രിഫർ ചെയ്യുക 2 കൊല്ലം വാറൻറ്റി ഉള്ളതാണ്. അപ്പോൾ 2 കൊല്ലം വാറൻറ്റി ഉള്ളത് നല്ല ക്വാളിറ്റിയാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ക്വാളിറ്റിയുടെ മറ്റൊരു ഡയമെൻഷനാണ് ഡ്യൂറബിലിറ്റി. അതുപോലെ സർവീസബിലിറ്റി, സർവീസ് ചെയ്യാവുന്നതാണ്. ഹൗ ഈസി ഇറ്റ് ഈസ് ടു റിപ്പയർ ഓർ ഹൗ ഈസി ഇറ്റ് ഈസ് ടു സർവീസ് ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ അതിൻ്റെ സർവീസ് എക്സ്പെൻസൊക്കെ വളരെ കൂടുതലാണെങ്കിൽ, പ്രോഡക്റ്റിൻ്റെ പ്രൈസൊക്കെ കുറവായിരിക്കും, പക്ഷേ അതിനെ റിപ്പയർ ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ അതിനൊന്ന് സർവീസ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതിൻ്റെ സർവീസബിലിറ്റി മോശമാണെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എന്ന്, അല്ലെങ്കിൽ ക്വാളിറ്റി മറ്റൊരു പ്രോഡക്റ്റിനായി കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ക്വാളിറ്റി ഇല്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ സർവീസബിലിറ്റിയെയും നമ്മൾ ക്വാളിറ്റിയായി ബന്ധിപ്പിക്കുന്നു. 5-മത്തത് അത്ര പ്രധാനമല്ലെങ്കിലും ചില പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എസ്തെറ്റിക്സ്. എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗി. വാട്ട് ഡസ് ദ പ്രോഡക്റ്റ് ലുക്ക് ലൈക്ക്? എസ്തെറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ഒരേ പ്രോഡക്റ്റ് 2 തരം പാക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം നിങ്ങൾക്ക് 5 രൂപയ്ക്ക് കിട്ടുന്ന ലേസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ കളർഫുള്ളായിട്ടുള്ള പാക്കിംഗ് ഒക്കെ നമുക്ക് ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ അത് വളരെ മോശമായിട്ടുള്ള ഒരു പാക്കിംഗ് ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി മോശമാണെന്ന് നമുക്ക് തോന്നും.
അപ്പോൾ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്, ഭംഗി എന്ന് പറയുന്നത്, അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പ്രോഡക്റ്റ് ഇത്തിരി മോശമാണെങ്കിലും ശരി, ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞതാണെങ്കിലും ശരി, ഒരു ഫുഡ് പ്രോഡക്റ്റ് നല്ല ഒരു പാക്കിങ്ങിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് തോന്നും അതിന് നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. എസ്തെറ്റിക്സ് വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഫീച്ചേഴ്സാണ്. നമ്മൾ ഒരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ, സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള ബേസിക് പെർഫോമൻസ് പലതുമുണ്ട്. അപ്പോൾ ആ ബേസിക് പെർഫോമൻസിന് പുറമേ ഒരുപാട് ഫീച്ചേഴ്സ്, അഡീഷണൽ ഫീച്ചേഴ്സ് അതിനുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും, ആ ഫോണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും, ആ സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം അത് ബെറ്റർ ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയും. അപ്പോൾ ഈ ഫീച്ചേഴ്സ്, അഡീഷണൽ ഫീച്ചേഴ്സ് ഒരുപാട് ആഡ് ചെയ്യുന്നത് ക്വാളിറ്റിയുടെ ഇമ്പ്രൂവ്മെൻറ്റാണ്. മെച്ചപ്പെട്ട ക്വാളിറ്റി എന്ന് നമ്മൾ പറയും. ഓക്കെ. പിന്നെ പെർസീവ്ഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് സോണിയുടെ ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനൊരു നിശ്ചിത ക്വാളിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അത് അവർ പെർസീവ് ചെയ്തിരുന്ന ഒരു ക്വാളിറ്റിയാണ്, അവരുടെ മാർക്കറ്റിൽ അവർ നിലനിൽക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. ബ്രാൻഡ് എന്നൊക്കെ പറയും, ബ്രാൻഡ് നെയിം ഒക്കെ വളരെ പ്രധാനമാണ്. അത് പെർസീവ്ഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റമാണ്. എട്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയമെൻഷനാണ് അഥവാ കമ്പോണൻ്റാണ് കൺഫോമൻസ് ടു സ്റ്റാൻഡേർഡ്സ്. ഈസ് ദ പ്രോഡക്റ്റ് മെയ്ഡ് എക്സാക്ട്ലി ആസ് ദ ഡിസൈനർ ഇൻറ്റൻഡഡ്. ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെല്ലാമാണോ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളൊക്കെ ആ പ്രോഡക്റ്റിന് ഉണ്ടോ, അതാണ് കൺഫോമൻസ് ടു സ്റ്റാൻഡേർഡ്സ്. കുറേ സ്റ്റാൻഡേർഡ് ഡിസൈനർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ആ ഡിസൈനർ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡൊക്കെ ഈ പ്രോഡക്റ്റിന് യഥാർത്ഥത്തിൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കമ്പോണൻസ്, ഇതൊക്കെയാണ് ക്വാളിറ്റി കമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റി കമ്പോണൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് it is suggested by Darwin in 1987 and these are the dimensions of quality. ഇതൊരു ട്രഡീഷണൽ ഡെഫിനിഷനാണ്. ഇനിയുമുണ്ട് ട്രഡീഷണൽ ഡെഫിനിഷൻസ് വേറെ. എന്നാൽ പിന്നെ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ട്രഡീഷണൽ ഡെഫിനിഷൻസ് വെച്ചിട്ടല്ല, മറിച്ച് നമ്മൾ അതിൻ്റെ മോഡേൺ ഡെഫിനിഷൻസിലേക്കാണ് പോവുക. ഈ മോഡേൺ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യുന്നു. ഓക്കെ. സോ വാട്ട് ഈസ് ക്വാളിറ്റി ആൻഡ് വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി? All these things are clear, I think. Okay. Thank you.